Hey guys, welcome back to my YouTube channel. So, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. രാവിലത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. കഞ്ച് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ട്രിവാൻഡ്രം കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിൻ രപ്തിസാഗർ ട്രെയിനിലാണ് നമ്മൾ ട്രിവാൻഡ്രം ടു ഗോരഖ്പൂർ പോകുന്നത്. സോ എന്തിനാണ് പോകുന്നത്, എന്ത് കാര്യത്തിനാണെന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവർ ഓടിച്ചെന്ന് കണ്ടോ. ഇനി ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. സോ നമുക്ക് പോവാം, ഒട്ടും വെയിറ്റ് ചെയ്യിക്കുന്നില്ല. നിങ്ങളും വാ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ നോർത്താണ്, കൊച്ചുവേളിയിലാണ്. സോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരു 6 അടുപ്പിച്ചായി. 6:35 ട്രെയിൻ. സോ ഓൾമോസ്റ്റ് കഴക്കൂട്ടം കഴിഞ്ഞിട്ടുണ്ട്. നർഗിസ് പിറകിലുണ്ട്, പാപ്പാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും കൊച്ചുവേളിയിൽ പോയിട്ട് കാണാം. ഒരാൾ എത്തിയിട്ടില്ല ഗൈസ്, വെയിറ്റ് ചെയ്യണം. 1 hour later. ഇപ്പോൾ കൊല്ലം കഴിഞ്ഞു കേട്ടോ. ഞാൻ ആ ടൈമിലാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. വിശപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ആക്രിയൊക്കെ കഴിച്ചായിരുന്നു. ഇപ്പോഴും മര്യാദയ്ക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മ കുറച്ച് ചപ്പാത്തിയും ഉള്ളിക്കറിയും ആക്കി തന്നിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റ്. സോ അത് കഴിക്കാൻ പോവുകയാണ്. കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്. അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. ഇപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ്. എന്നാലും എനിക്കിപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നു ശരിക്കും. പുറത്താണെങ്കിൽ കിട്ടില്ല. മലകളിലാണ്. നമ്മൾ കോയമ്പത്തൂർ കയറിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഡേ 2 ആണ്. നമ്മൾ നോർത്തിലേക്ക് നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടൈം 8:30 ആണ്. ചെറിയ തണുപ്പേ ഉള്ളൂ, കുഴപ്പമില്ല. കഞ്ച് മേളിലുണ്ട്. ഞാനിന്ന് ഇവിടെയാണ് കിടന്നത്. ഇന്നലെ ഇവിടെയാണ് കിടന്നത്. അത്യാവശ്യം നല്ല ഉറക്കം എനിക്ക് കിട്ടി. ഒരുവിധം ഇന്നലെ ഫുൾ ഉറങ്ങിയിട്ടില്ല. അപ്പം ഇന്നാണ് മെനിങ്ങാന്ന് ഫുൾ ഉറങ്ങിയിട്ടില്ല. അപ്പം ഇന്നലെ അടുത്ത ആ ഉറക്കമാണ് പക്കായിട്ട് കിട്ടിയത്. സോ എന്തായാലും ബ്രഷ് ചെയ്തിട്ട് വരാം. നമ്മൾ രാവിലെ ബ്രെഡും പീനട്ട് ബട്ടർ ആൻഡ് ജെല്ലി അതൊക്കെ കഴിച്ചു. ഇപ്പം നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. നോക്കിയിരിക്കുക. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. എന്ത് ചെയ്യാൻ? എവള് സിനിമയൊക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സിനിമ കാണാൻ എന്തോ എനിക്ക് ക്രൈസ് ഇല്ല. ഒക്കെ തലേന്ന് എടുക്കുന്ന ചായ കുടിക്കാൻ എനിക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് ഒരു ചായ മസ്റ്റാണ്. അപ്പം എനിക്കത് കഴിച്ചാൽ രാവിലെ അത് എണീറ്റ ഉടനെ അത് കുടിച്ചാൽ മാത്രമേ എനിക്ക് എനർജി കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പം ഇത് ആ ഒരു സാഹചര്യം അല്ലല്ലോ. എന്നാലും എനിക്ക് ഒരു 12 മണിക്ക് മുന്നേ ഒരു ചായ കിട്ടണം. പിന്നെ നമ്മൾ നോർത്ത് കയറിയോണ്ട് റേഞ്ച് ഇല്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഉച്ചയ്ക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നെറ്റ് വേണം. സ്റ്റേഷൻ ഏതാണെന്ന് അറിയണം. ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇന്നലത്തെ ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ഇന്നലെ ആക്ച്വലി നമ്മളൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ ബ്രെഡ് കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നും നടന്നില്ലെങ്കിലുള്ള നട്ട്സ് എങ്കിലും മറക്കത്തില്ല. ഞാൻ നട്ട്സ് ആക്ച്വലി ഇവിടെ ഉണ്ട്. നട്ട്സ് ആൻഡ് നട്ട്സും സൺഫ്ലവർ സീഡ് അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ചോക്കോസ് ഇരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണമല്ലേ? അല്ല, ഇത് ഒന്നും വരുന്നില്ല. റേഞ്ച് ഇല്ല ഗൈസ്. നമ്മൾ എന്തായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം. ഉച്ചയ്ക്കത്തുള്ള ഫുഡ് നോക്കിയാണ് എന്ത് വേണം. എനിക്ക് നോർമൽ റൈസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 താലി എന്താ ഓർഡർ ചെയ്തത്?
नाम क्या है? अनुराग कुमार. अनुराग. Actually, Hi. Hi Kerala. Hi Kerala. നമ്മള് ചേട്ടനുമായിട്ട് ഇപ്പൊ നേരത്തെ കമ്പനിയായി. ആക്ച്വലി കുറച്ച് ഫ്രണ്ട്ലി ക്യാരക്ടറാണ്. എപ്പോഴും കമ്പനി ആയത്? നമ്മൾ നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി നോക്കാൻ വേണ്ടി ഇറങ്ങി. ആൻഡ് ഈ 10 വർഷമായിട്ട് ഈ ട്രെയിനിലാണ്. 10 വർഷം. അത് ജോലിയും കൂലിയും ഇല്ലാത്ത നമുക്ക് ജോലിയൊന്നുമില്ല. ജോലിയും കൂലിയും ഇല്ലാത്ത നമ്മൾ അൺഎംപ്ലോയിഡ് ഗൈസ്. വർക്കിംഗ് അവർ 26 days. ആക്ച്വലി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട ഹിന്ദി മാലും. ഈ ചേട്ടന് പിന്നെ മനസ്സിലാവുന്നതുകൊണ്ട് പ്രശ്നമില്ല. Ini survive थोड़ा कितनी. നോ പ്രോബ്ലം. मलयालम में क्या मालूम. नहीं कुछ स्पीक नहीं कर पाता हूँ लेकिन जानता हूँ. अंडरस्टैंडिंग आप लोग बात करें समझ जाओ. ചായ കുടിച്ചോ? ചേട്ടാ ചേട്ടി ഗൈസ്, അപ്പോൾ നമ്മൾ റീൽസിൻ്റെ ഷോട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് സീറ്റിൽ വന്നിരുന്ന്. ഇനി നമുക്കൊരു 2:30 2:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് കനപ്പിന്നെ കിട്ടും. അതൊക്കെ കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങണം. അതിന് മുന്നേ വിശക്കാണെങ്കിൽ കുറച്ച് nuts. നമ്മുടെ കയ്യിൽ ആക്ച്വലി കുറേ സാധനങ്ങളുണ്ട്. അത് ആക്ച്വലി ട്രക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചോക്ലേറ്റ്സ്, പ്രോട്ടീൻ ബാർസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചേക്കാണ്. മിക്കവാറും അത് അവിടെ എത്തുന്നതിന് മുന്നേ തീരെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഇന്നലേക്ക് ഭയങ്കര വിശപ്പായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര വിശപ്പാണ്. പിന്നെന്താ, പിന്നെ ഇങ്ങനെ ട്രെയിനിൽ തന്നെയാണ്. 1.5 ദിവസമായിട്ട് ട്രെയിനിൽ തന്നെ ഇരിക്കുകയാണ്. അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കുറച്ചും കൂടെ എനർജിയാണ് ഇന്നലത്തത് വെച്ച് നോക്കുമ്പോൾ. ഇന്നലെ ആക്ച്വലി കുറച്ചും ഭയങ്കര നമുക്കിങ്ങനെ ഇന്നലെ ഉറക്കം കിട്ടിയോണ്ട് ഇന്ന് ഓക്കെയാണ്. ഇന്നലെ ആക്ച്വലി കിളി പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു ആക്ച്വലി. സോ ഇങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി ഫുഡൊക്കെ കിട്ടുമ്പോൾ പറയാം. ഫുഡ് ഈ സ്റ്റേഷനിലാണ് വരാനുള്ളത്. പക്ഷെ നമ്മുടെ ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്. ഈ സ്റ്റേഷൻ അല്ലേടാ? ഫുഡ് കഴിക്കാൻ പോവുകയാണ് നർഗസ്. എനിക്ക് എന്തെങ്കിലും പേപ്പർ രാത്രി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡോമിനോസിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം 10:24 ആയി. 10:45 സംതിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് ഡെലിവർ ആവും. ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ്. അപ്പം ഇതുവരെ വന്നില്ല കേട്ടോ. ഇവിടെ വരാനുള്ളതാണ്, വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കിയാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിസ്സ വന്നിട്ടുണ്ട്. സോ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം നമുക്ക് ഇതൊന്ന് ഒരു പീസ് കഴിച്ചു നോക്കാം. കഞ്ചിയുടെ സിനിമ ആണ് യൂഷ്വൽ സസ്പെക്ട്സ്. തീവ്രവാദി പോലെയുള്ള സിനിമ. എന്തുവാണ് ജീവിക്കാൻ ചുമ്മാ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക. ഫുഡല്ല, നമ്മൾ പിസ്സ കഴിക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് ബ്രെഡ് കഴിച്ചിട്ടൊന്നും ആയില്ല. യെസ്, ബ്രെഡ് കഴിച്ച് തികഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു. പെപ്പർ ബാർബിക്യൂ പിസ്സ ഫ്രം ഡോമിനോസ്. എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വീഡിയോ ഒക്കെ ഇടുമ്പോഴായിരിക്കും കുറേ പേര് ചോദിക്കും, നേപ്പാള് പോരാ.
ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന് അവര് പോവുകയാണ്. ഗൈസ് ഞാൻ ട്രെയിനിലായതുകൊണ്ട് ചുണ്ട് നല്ല ഡ്രൈ ആവുന്നുണ്ട്. സോ നമ്മൾ ദേഗയുടെ ലിപ് ബാമാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. ആക്ച്വലി കൊള്ളാം കേട്ടോ. ഞാനൊരു റിവ്യൂ ആയിട്ട് പറയുന്നതല്ല, പക്ഷേ ഓൾമോസ്റ്റ് ഒരു 1 month ആയി. അത് മാത്രമല്ല ഇപ്പോൾ ട്രെയിനിൽ കൂടി യൂസ് ചെയ്തപ്പോൾ സാധനം കൊള്ളാം കേട്ടോ. ഹൈലി റെക്കമെൻഡഡ് അല്ലേ? നമ്മളിതാ ഗോണ്ട ജംഗ്ഷനിലെത്തി ഫുഡ് മേടിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലേ? ഷാബാൻ ഉറങ്ങുക, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോയത് വെറുതെ ആയി. സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ കഴിക്കണം, എനിക്ക് വിശക്കുന്നു. അതാ ഇവിടെ ഉറങ്ങിക്കിടന്ന ആൾ എണീറ്റി. ന്യൂസ് പേപ്പർ എടുത്തു ഫുഡ് നോക്കൂ. ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരി സംതിങ്. ഗൈസ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരി സംതിങ്, വെജ് മഞ്ചൂരി. സോ കഴിക്കാൻ പോവുകയാണ്. ഗോബി മഞ്ചൂരിയൻ ഈസ് ബേസിക്കലി വെജ് അല്ലേ? സോ ഇറ്റ്സ് ഫൈൻ either way. കൊള്ളാം കൊള്ളാം. ഞാൻ അധികം ഈ സ്പൈസി സോസ് കൂട്ടുന്നില്ല, കാരണം മേ ബി എൻ്റെ വയറിന് പണിയാകും. സോ ഞാൻ റൈസായിരിക്കും കൂടുതലും കഴിക്കുന്നത്. ഫുഡ് കഴിക്കട്ടെ. ഗൈസ് നല്ല തണുപ്പുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ എവിടെയോ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. സോ നമ്മൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഗോരഖ്പൂർ ജംഗ്ഷനിലെത്താനായിട്ട്. നമ്മൾ ഗോരഖ്പൂരിലല്ല ഇറങ്ങുന്നത്, കാരണം ട്രെയിൻ കുറേ ഡിലേ വന്നുകൊണ്ട് അവിടെ എത്താൻ ഏകദേശം 8-9 മണിയാവും. സോ നമുക്ക് ആ ഒരു ടൈമിൽ UP-യിൽ നിൽക്കാൻ അധികം താല്പര്യമില്ല. മാത്രമല്ല നമുക്ക് ടൈം ലാഗ് വരും അവിടെ എത്താനൊക്കെ. സോ നമ്മൾ വിചാരിക്കുന്നു, ഞങ്ങളിവിടെ ട്രെയിനിലൊരു ചേട്ടനായിട്ടൊക്കെ ഞങ്ങൾ കമ്പനി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുന്നു ബഡനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നേപ്പാൾ ബോർഡറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു 1/2 hour വാക്കൊക്കെ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഗോരഖ്പൂർ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ സുനാവലിക്ക് പോകണം. 6 മണിക്ക് വണ്ടി കയറി 8 മണിക്ക് എത്തുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. സോ ഞങ്ങൾ വിചാരിക്കുന്നു ബഡനിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേപ്പാൾ ബോർഡർ, നോട്ട് സുനാവലി, വേറൊരു നേപ്പാൾ ബോർഡറാണ്, അവിടെ പോവാം. ലുംബിനി, അതായത് നമ്മുടെ ബുദ്ധ ജനിച്ച സ്ഥലം ആണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് നൈറ്റ് അവിടെ എത്തിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ബസ് കയറി പൊക്കാറെ പോകാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഓൺ ദ വേ കാണാം നമുക്ക്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ അത്രേ കാണത്തുള്ളൂ. ഞാൻ മൂടി പൊതിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ. നമ്മളെവിടെ ഇറങ്ങി? ബദനിയിൽ ഇറങ്ങി. ബഡനി. ഓക്കെ, നമ്മുടെ കൂടെ അവരും കുറച്ച് ഗ്യാങ്ങും ഉണ്ട്, അവരും ഇറങ്ങിയിട്ടുണ്ട്. ടീമിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇവിടെ ഇറങ്ങി. നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 പേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. സോ അവരുമായിട്ടായിരിക്കും നമ്മൾ പൊക്കാര വരെ പോകുന്നത്.